Hi students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെർണോളിസ് ഇക്വേഷൻ എന്താണ് എന്നുള്ളതും ബെർണോളിസ് ഇക്വേഷൻ ഫോർ ഐഡിയൽ ഫ്ലൂയിഡ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെർണോളിസ് ഇക്വേഷന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ വെച്ച് അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെഞ്ചുറിമീറ്റർ ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാ? ഒന്ന് വെഞ്ചുറിമീറ്റർ, അതുപോലെ തന്നെ ഓറിഫൈസ് മീറ്റർ, പിറ്റോട്യൂബ്. ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇതിൽ വെഞ്ചുറിമീറ്റർ ആണ്, വെഞ്ചുറിമീറ്റർ പ്രോബ്ലം ആണ് എക്സാമിന് പ്രധാനമായിട്ടും ചോദിച്ച് കാണാറുള്ളത്. ഒരു 8 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ അല്ലെങ്കിൽ 12 മാർക്കിനോ ഒക്കെ ഉള്ള ഒരു സിംഗിൾ പ്രോബ്ലം ആയിട്ട്, അതും ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്ററിന്റെ പ്രോബ്ലം ആയിരിക്കും പ്രധാനമായിട്ടും ചോദിക്കുക. പിറ്റോട്യൂബ് തിയറി ക്വസ്റ്റൻ ആയിട്ടും ചോദിച്ച് കാണാറുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു 3 മാർക്ക് 4 മാർക്ക് തിയറി ക്വസ്റ്റൻ ആണ് പിറ്റോട്യൂബ്. അപ്പൊ ഈ സെഷനിൽ നമുക്ക് വെഞ്ചുറിമീറ്ററിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെഞ്ചുറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുക. വെഞ്ചുറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റേറ്റ് ഓഫ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. എന്താ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? Q ആണ് അല്ലെ? Q ആണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ Q കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത്? വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത്. വെഞ്ചുറിമീറ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ട്. എ ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ട്. അതായത് ഇതാണ് അതിന്റെ കൺവേർജിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു റീജിയൻ. ഓക്കെ, അതിനുശേഷം ഉണ്ടാവുന്നത് ഒരു ത്രോട്ട് റീജിയൻ ഉണ്ട്. ഇതാണ് അതിന്റെ ത്രോട്ട് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺവേർജിങ് പാർട്ട് വന്നു, അതിനുശേഷം എന്ത് വരും? ഒരു ത്രോട്ട് വരും. അതിനുശേഷമുള്ള മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈവേർജിങ് പാർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്, വെഞ്ചുറിമീറ്റർ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ വെഞ്ചുറിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്നതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷനിലാണ്, അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ ആണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? വെഞ്ചുറിമീറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വെഞ്ചുറിമീറ്റർ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബെർണോളിസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതല്ല എന്നുള്ള രീതിയിൽ ചോദിക്കും. അതിനകത്തുള്ള 3 ഓപ്ഷൻസ് ആയിരിക്കും. ഒന്ന് വെഞ്ചുറിമീറ്റർ, അതുപോലെ തന്നെ ഓറിഫൈസ് മീറ്റർ, പിറ്റോട്യൂബ് ഉണ്ടാവും. അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ വെഞ്ചുറിമീറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. അതിന്റെ ഫിഗർ വരയ്ക്കാനും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ വെഞ്ചുറിമീറ്റർ. എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ക്യൂവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു വെഞ്ചുറിമീറ്റർ ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിനെ ഒരു ഹൊറിസോണ്ടൽ പൈപ്പുമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും പൈപ്പിന്റെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഈ രണ്ട് പൈപ്പിനും ഇടയിലാണ് നമ്മൾ എന്തിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഒരു വെഞ്ചുറിമീറ്ററിനെ ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയിലായിരിക്കും ഞാൻ ഒരു വെഞ്ചുറിമീറ്ററിനെ കൊണ്ട്, അതായത് ഈ പൈപ്പിനിടയിലാണ് ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു വെഞ്ചുറിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻലെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഇൻലെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? ഔട്ട്ലെറ്റ് സെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ട് സെക്ഷൻ ആണ് നമ്മൾ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഇൻലെറ്റ് സെക്ഷന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അതായത് ഇത് എന്തിന്റെ ഡയമീറ്റർ ആയിരിക്കും? പൈപ്പിന്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലെ? അപ്പോൾ D1 എന്ന് പറയുന്നത് ഡയ അറ്റ് ഇൻലെറ്റ് ഓർ അറ്റ് സെക്ഷൻ 1. D1 എന്ന് പറയുന്ന ഡയമീറ്റർ, ഈ ഡയ എന്ന് പറയുന്നത് ഇൻലെറ്റിലെ ഡയമീറ്റർ ആണ്. അതേ സെയിം ഡയമീറ്റർ തന്നെ ആയിരിക്കും എന്തിനുണ്ടാവുക? ഈ പൈപ്പിനും ഉണ്ടായിരിക്കുക. ഇനി ഈ ഇൻലെറ്റ് സെക്ഷനിലെ പ്രഷർ ആണ് എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? P1 ആണ് അവിടെയുള്ള പ്രഷർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ D1 എന്ന് പറയുന്നത് അവിടുത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു? D1 എന്ന് പറയുന്നത് അവിടെ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ P1 എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു? P1 എന്ന് പറയുന്നത് പ്രഷർ അറ്റ് ഇൻലെറ്റ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ? V1 ആണ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്.
എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ, ഡയമീറ്റർ അറിയാമെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഇൻലെറ്റ് സെക്ഷനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ് എക്സ്പ്രഷൻ? 5/4 d സ്ക്വയർ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ 5/4 d1 സ്ക്വയർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഈ രണ്ടാമത് ത്രോട്ട് ആണ് എന്റെ രണ്ടാമത്തെ സെഷൻ. എപ്പോഴും നമ്മൾ സെഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സെഷൻ ഇൻലെറ്റും സെക്കൻഡ് സെഷൻ എവിടെ എടുക്കുക? ത്രോട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക വെഞ്ചറിമീറ്ററിൽ. അപ്പൊ രണ്ടാമത്തെ സെക്ഷനിലുള്ള കറസ്പോണ്ടിങ് ഡയമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് എത്രയാണെന്ന് കൺസിഡർ ചെയ്യാം? d2 ആണ് എന്റെ രണ്ടാമത്തെ സെഷനിലെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് എത്രയാണെന്ന് എനിക്ക് പറയാം, P2 ആണ് അവിടുത്തെ പ്രഷർ എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ V2 എന്ന് പറയുന്ന അവിടെയുള്ള വെലോസിറ്റി ആണ് എന്ന് ഞാൻ പറയുന്നു. V2 എന്ന് പറയുന്ന അവിടുത്തെ വെലോസിറ്റി ആയിട്ട് പറയുന്നു. അതുപോലെ A2 എന്ന് പറയുന്നത് അവിടുത്തെ രണ്ടാമത്തെ സെഷനിൽ, അതായത് ത്രോട്ടിന്റെ ഏരിയ എന്നുള്ള കാര്യം പറയുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും ഞാൻ ബെർണൗള്ളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബെർണൗള്ളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് റിയൽ ഫ്ലൂയിഡിന്റെ കണ്ടീഷൻ അല്ല പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡിന്റെ കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പൊ ഐഡിയൽ ഫ്ലൂയിഡിന്റെ കണ്ടീഷൻ പറയുമ്പോഴാണ് ബെർണൗള്ളിസ് ഇക്വേഷൻ എന്ത് വരിക? ഐഡിയൽ ഫ്ലൂയിഡിന്റെ ആണ് ഇവിടെയുള്ള കണ്ടീഷൻ ആയിട്ട് അവർ എന്ത് ചെയ്യുക? പറഞ്ഞേക്കുന്നത് ഐഡിയൽ ഫ്ലൂയിഡിന്റെ കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പൊ ഐഡിയൽ ഫ്ലൂയിഡ് വരുമ്പോൾ അവിടെ എന്ത് വരില്ല? ഹെഡ് ലോസ് വരില്ല അല്ലെ. HL എന്ന് പറയുന്നതാണ് അവിടെയുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഹെഡ് ലോസ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നോക്കിയേ, ഈ രണ്ട് പൈപ്പും ഒരേ ലെവലിലല്ലേ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ Z1 എന്ന് പറയുന്നതും Z2 എന്ന് പറയുന്നതും എന്തായിരിക്കും? Z1 ഉം അതുപോലെ തന്നെ Z2 ഉം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Z1 ഈസ് ഈക്വൽ ടു Z2. ഓക്കെ, അപ്പൊ Z1 Z2 ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അവിടെ രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ അല്ലെ. ബാക്കി എന്തേ ഉള്ളൂ? P1 by rho g plus V1 square the whole divided by P2 by rho g plus V2 square എന്ന് വരും. ഇത് എനിക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. P1 minus P2 by rho g equal to V2 square by 2g minus V1 square by 2g. ഇനി പ്രഷർ ഹെഡ് H എന്ന് പറയുന്നത്, അതായത് P1 minus P2 എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്നാ പറയുക. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡിനെയാണ് ഞാൻ P1 minus P2 എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് H എന്നായിരിക്കും ഞാൻ ഡിനോട്ട് ചെയ്യുക. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? H ആണ്, മാറിപ്പോരുത്. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? H ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ V2 square by 2g minus V1 square by 2g എന്ന് പറയുന്നത് എന്തായിരിക്കും? H is equal to V2 square by 2g minus V1 square by 2g എന്നായിരിക്കും അല്ലെ. ഇനി അവിടെ എന്ത് അപ്ലൈ ചെയ്യുക? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സെഷനിലും അതുപോലെ സെക്കൻഡ് സെഷനിലും എന്ത് അപ്ലൈ ചെയ്യുന്നു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതായത് A1 V1 is equal to A2 V2 എന്നാണ്. ഇതിൽ നിന്ന് എനിക്ക് V1 എക്സ്പ്രഷൻ കണ്ടുപിടിക്കാമല്ലോ. V1 is equal to A2 V2 divided by A1 ആണ്. ഇനി വാല്യൂ, അതായത് ഞാൻ എന്ത് ചെയ്യുക? ഈ പറയുന്ന എനിക്ക് അവിടെ റിലേഷൻ കിട്ടിയല്ലോ. അപ്പൊ ആ V1 ന്റെ വാല്യൂ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? V2 square by 2g minus A2 V2 by A1 the whole square divided by 2g എന്ന് എനിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇനി അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ V2 square by 2g divide into 1 minus A2 square by A1 square എന്നായിരിക്കും എനിക്ക് കിട്ടുക അല്ലെ. അപ്പൊ H is equal എനിക്ക് എഴുതാം. എങ്ങനെയാ? ഈ A1 നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? H is equal to V2 square by 2g into A1 square minus A2 square divided by A1 square എന്ന് എനിക്ക് എഴുതാം അല്ലെ. സോ അതിൽ നിന്ന് എനിക്ക് എന്തിന്റെ എക്സ്പ്രഷൻ കിട്ടും? V2 is equal to എനിക്ക് കിട്ടി. V2 is equal to A1 into root 2gh divided by root of A1 square minus A2 square എന്ന് എനിക്ക് അവിടെ എന്ത് കിട്ടുന്നു? എക്സ്പ്രഷൻ കിട്ടുകയാണ്. അപ്പൊ അവിടെ വെലോസിറ്റി കിട്ടിയ അടുത്ത് ഡിസ്ചാർജ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? discharge Q is equal to A2 V2 എന്നാണ്. സോ ഫൈനൽ ഡിസ്ചാർജിന്റെ എക്സ്പ്രഷൻ എനിക്ക് എന്ത് കിട്ടി? അതായത് ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസ് ആണെങ്കിൽ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ കിട്ടും? A1 A2 divided by into root of 2gh divided by A1 square minus A2 square എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഐഡിയൽ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞല്ലേ, നമ്മൾ ലോസ് ഒന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ് ഇതിന് പറയുക. ഇതിനെന്താ പറയുക? തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ് പറയുക. ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഒരു ലോസ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നു വെഞ്ചറിമീറ്ററിന്റെ. അത് CD ആണ്, അതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും യൂഷ്വലി. സോ എക്സ്പ്രഷൻ എങ്ങനെ വരും? Q actually is equal to CD into A1 A2 into root 2gh divided by root of A1 square minus A2 square എന്ന് വരും.
അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഹെച്ച് കണ്ടുപിടിക്കുന്ന, അതായത് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുന്ന കണ്ടീഷൻസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് 4 കേസസ് ആണുള്ളത്. ആ കേസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. കാരണം നമുക്ക് അവിടെ നമ്മളൊരു വെഞ്ചുറിമീറ്ററിൽ ഒരു മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ മാനോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കൺസിഡർ ചെയ്യുക എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ എക്സിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ? ഹെച്ച് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഹെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സിന്റെ വാല്യൂ കിട്ടിയതിനു ശേഷമാണ് നമുക്ക് അവിടെ ഹെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി ആ ഹെച്ചിന്റെ വാല്യൂ ഇംഗ്ലണ്ടിന്റെ കേസിലും അല്ലാണ്ട് ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിന്റെ കേസിലും എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് ഹെച്ച് ഗിവൺ ബൈ ദ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഇനി എങ്ങനെയാണ് ഹെച്ച് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഹെച്ചിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഓർമ്മിക്കുക, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്ത് ഹെച്ചിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ലെറ്റ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ contain a liquid which is heavier than the liquid flowing through the pipe. Okay, ഫസ്റ്റ് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെഞ്ചുറിമീറ്ററിന്റെ കേസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെഞ്ചുറിമീറ്ററിന്റെ കേസ് ആണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നു ഡിഫറൻഷ്യൽ മാനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഹെവിയർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹെവിയർ ലിക്വിഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇപ്പൊ ഹെച്ച് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹെച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1 എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിന്റെ കേസിലാണ്. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിന്റെ കേസിൽ എന്ത് വരും? ഹെച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1 എന്നുള്ളതായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ഇതിനകത്ത് എസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ എസ് ഒ എന്ന് വെച്ചാൽ ലൈറ്റർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനിൽ ഹെച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Z1 ഉം Z2 എന്ന് പറയുന്നത് ഒരേ ലെവലിൽ ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാം? എങ്ങനെ കണ്ടുപിടിക്കാം? P1 by rho g, P1 divided by rho g P1 divided by rho g minus P2 by rho g എന്ന് എനിക്ക് പറയാം. അതായത് ഇവിടെ Z1 Z2 ന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു P1 by rho g divided by P2 by rho g ആണ് എന്നുള്ള കാര്യം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഏത് കണ്ടീഷനാ? ഹെവിയർ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഹെവിയർ ലിക്വിഡ് മാനോമീറ്ററിലായിരിക്കുമ്പോഴുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി മാനോമീറ്റർ ലിക്വിഡ് ലൈറ്റർ ലിക്വിഡ് ആകുമ്പോഴുള്ള കണ്ടീഷനാണ് അടുത്ത് പറയുന്നത്. Case 2, if the differential manometer contains a liquid which is lighter than the liquid flowing through the pipe. പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലൈറ്റർ ലിക്വിഡ് ആണ് എവിടെ വരുന്നത്? മാനോമീറ്ററിൽ വരുന്നതെങ്കിൽ H is equal to x into 1 minus SL by SO എന്ന് പറയുന്നതായിരിക്കും എക്സ്പ്രഷൻ. അപ്പൊ SL എന്ന് വെച്ചാൽ ലൈറ്റർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, SO എന്ന് പറയുന്നത് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, ഇതും എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? വിൽ ബി ഈക്വൽ ടു എന്ത് നമുക്ക് പറയാം? പ്രഷർ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് അല്ലേ H എന്ന് പറഞ്ഞാൽ അത് which is equal to P1 by rho g, P1 divided by rho g, P1 divided by rho g minus P2 by rho g എന്ന് എനിക്ക് പറയാം അല്ലെ. P1 by rho g minus P2 by rho g തന്നെയാണ് ഇത്. കാരണം ഇവിടെ Z1 ഉം Z2 എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പ്രഷർ വരുമ്പോൾ Z1 Z2 നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ ഇവിടെ Z1 Z2 എന്ത് തന്നെയാണ്? സെയിം ലെവലിലാണ്. അതായത് Z1 is equal to Z2 ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Z1 is equal to Z2 ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് എക്സ്പ്രഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇനി നമുക്ക് അടുത്ത നേരെ മൂന്നാമത്തെ കേസിലോട്ട് പോവാം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വെഞ്ചുറിമീറ്റർ വിത്ത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഈ കണ്ടീഷനിൽ ഇത് ഇംഗ്ലണ്ട് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അതായത് വെഞ്ചുറിമീറ്റർ ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ വരുമ്പോ Z1 ഉം Z2 എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമോ? അല്ല, കാരണം എങ്ങനെയായിരിക്കും? ഇതേ വെഞ്ചുറിമീറ്ററിന് എടുത്ത് എന്ത് ചെയ്യുക? ഇങ്ങനെ ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഇതാണ് ഞാൻ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള സെക്ഷൻ 2 എന്ന് കൺസിഡർ ചെയ്യുന്നു, ഇതാണ് ഞാൻ അവിടെ സെക്ഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഇതാണ് എന്റെ Z2 എന്ന് പറയുന്നത്, ഇതാണ് എന്റെ Z2 ആയിരിക്കും, ഇതാണ് എന്റെ Z1. ആ വെഞ്ചുറിമീറ്റർ എടുത്ത് ഈ ലെവലിൽ ഒന്ന് പ്ലേസ് നോക്കിയാൽ മതി. അല്ല, Z1 Z2 ന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഡിഫറൻഷ്യൽ പ്രഷർ എന്തായിരിക്കും? നോക്കിയേ, P1 by rho g plus Z1 minus P2 by rho g plus Z2 ആയിരിക്കും. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും?
മാനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഹെവി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1 എന്നായിരിക്കും. ഒന്നുകൂടെ പറയാം, ഇംഗ്ലണ്ട് വെഞ്ചുറിമീറ്റർ വരുമ്പോൾ Z1 Z2 രണ്ട് ലെവൽ അല്ലേ. അപ്പൊ അവിടെ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ H എന്ന് പറയുന്നത് P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2 എന്നാണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1 തന്നെയാണ് തന്നല്ലോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്, അതായത് വിച്ച് ഈസ് ഈക്വൽ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. അതായത് H ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എക്സ്പ്രഷൻ എനിക്ക് അറിയാം. അതായത് എക്സ് ഈസ് ഈക്വൽ എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1 എന്ന എക്സ്പ്രഷൻ എനിക്ക് അറിയാം. അതുപോലെ തന്നെ P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2 എന്ന് കിട്ടി. അപ്പൊ ഇത് ഇംഗ്ലണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നേരത്തെ കണ്ടീഷൻ നമ്മൾ P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലെ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ വരുമ്പോൾ എന്താ, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് U2 മാനോമീറ്ററിലൂടെയുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, ഹെവിയർ ലിക്വിഡ് ആണ് എന്നുള്ള കണ്ടീഷനിലാണ് ഇത് വരുന്നത്. ഇനി അടുത്ത അവിടെ ലൈറ്റർ ലിക്വിഡ് വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താ, ഇംഗ്ലണ്ട് വെഞ്ചുറിമീറ്റർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്ൻസ് എ ലിക്വിഡ് വിച്ച് ഇസ് ലൈറ്റർ ദാൻ ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നതിനേക്കാൾ ലൈറ്റർ ലിക്വിഡ് ആണെങ്കിൽ H is equal to ഈ എക്സ്പ്രഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പ്രഷൻ എങ്ങനെ വരും, P1 ബൈ റോ ജി പ്ലസ് Z1. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു വെഞ്ചുറിമീറ്റർ ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2 എന്നായിരിക്കും. അപ്പൊ ഈ 4 കണ്ടീഷൻ ഓർമ്മിച്ചോളുക ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ വ്യത്യാസം എന്തായിരുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാം ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാനോമീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവുക എക്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, എക്സ് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതല്ലെങ്കിൽ H കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, H കണ്ടുപിടിക്കാൻ. അത് സിമ്പിൾ ആണ്. P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2. ഈ പറയുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ H is equal എന്താ, എക്സിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം, H കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ് നോക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ് എവിടെയാ, മാനോമീറ്ററിലുള്ള ലിക്വിഡ് ആണ് ലൈറ്റർ എങ്കിലാണ് ഈ കണ്ടീഷൻ. അത് ഹെവിയർ ആയിരുന്നെങ്കിൽ എന്ത് വരും, SH ബൈ SO മൈനസ് 1 എന്ന് വന്നത് എക്സ് ഇൻറ്റു. ഓക്കെ, അപ്പൊ ആ വേരിയേഷൻ കമ്പയർ ചെയ്ത് തന്നെ, ആ 3 കണ്ടീഷനും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ആ കമ്പാരിസൺ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് എന്ത് വന്നാലും ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പല രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് ചോദിക്കാം. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ് അതുപോലെ തന്നെ ഹെവിയർ ലിക്വിഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കണം. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. മാനോമീറ്റർ എന്ന് പറയുന്നത് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണോ, അതുമല്ല ഹൊറിസോണ്ടൽ ആണോ എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും 3-4 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇവിടുന്ന് വരുന്ന ഏത് പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ താങ്ക് യു.